വയനാട് ടൗൺഷിപ്പിലെ വീടുകളിൽ വിള്ളൽ വീണതിൽ വിശദീകരണവുമായി റവന്യൂ മന്ത്രി കെ രാജൻ. നിർമ്മാണപ്പിഴവല്ലെന്നും താപനില കൂടിയതുകൊണ്ടുണ്ടായ വിള്ളലെന്നുമാണ് മന്ത്രിയുടെ പ്രതികരണം. കൂലിപ്പണി രാജൻ എന്ന വിളിയിൽ അഭിമാനമാണ് തനിക്കുള്ളത്. കരാർ വ്യവസ്ഥകൾ ഊരാളുങ്കൽ സർവീസ് സൊസൈറ്റി ഉറപ്പാക്കണമെന്നും ആരെയും സംരക്ഷിക്കില്ലെന്നും റവന്യൂ മന്ത്രി പറഞ്ഞു. യഥാർത്ഥത്തിൽ താപനിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസം മൂലം നിർമ്മാണ വേളയിൽ ഉണ്ടാകാവുന്ന ഒരു ശ്രിങ്കേജ് ആണ് അവിടെ ഉണ്ടായത് എന്നാണ്, സ്ട്രക്ചറൽ ക്രാക്ക് അല്ല അവിടെ ഉണ്ടായത് എന്ന് എഞ്ചിനീയർമാർ ഉൾപ്പെടെ പറയുകയും അത് ഇതിൻ്റെ ഉറപ്പിനെ ബാധിക്കില്ല എന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. ആ ഘട്ടത്തിലാണ് ആ വീടിനകത്തേക്ക് പോയത്. എന്തെല്ലാം കേൾക്കേണ്ടി വന്നു. കൂലിപ്പണിക്കാരൻ രാജൻ, തൃശ്ശൂരിൽ നിന്നൊരു പണിക്കാരനെ കിട്ടി വാർക്കപ്പണിക്ക്. ഞാൻ തുറന്നു പറയട്ടെ, ഒരു കൂലിപ്പണിക്കാരൻ രാജൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ ഈ പാർട്ടി ഓഫീസിൽ നിന്ന് പറയാം, എനിക്ക് ആത്മാഭിമാനം വർദ്ധിക്കുന്നതല്ലാതെ ഒരു തരി പോലും അത് കുറഞ്ഞിട്ടില്ല. എന്നെ മന്ത്രിയായി ചുമതലപ്പെടുത്തി പറഞ്ഞു വിട്ട് 5 വർഷം കഴിഞ്ഞ് കയറി വരുമ്പോൾ മുതലാളി രാജൻ എന്ന പേര് കേട്ടില്ലല്ലോ. കൂലിപ്പണിക്കാരൻ രാജൻ എന്ന് പറയുന്നതിൽ ആത്മാഭിമാനമുള്ളയാളാണ് ഞാൻ എന്ന് ആവർത്തിച്ച് വികാരപരമായി തന്നെ പറയണം എന്നാണ് എനിക്കിഷ്ടം. ശ്രീജിത്തുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായത് മുതൽ എങ്ങനെയാണ് മന്ത്രി കെ രാജൻ പ്രവർത്തിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹം ആ ദുരന്ത ബാധിതരെ എങ്ങനെയാണ് ചേർത്ത് പിടിച്ചതെന്ന് നമുക്കൊക്കെ നന്നായി അറിയാം. ഓരോ ഘട്ടത്തിൽ അതിൻ്റെ ആ ഒരു ഗ്രാമം വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ, അവിടുത്തെ വീടുകളുടെ പണി ഓരോ ഘട്ടത്തിലും അദ്ദേഹം ചെല്ലുന്നു എന്നുള്ളത് തന്നെ. ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു പിഴവുണ്ടെങ്കിൽ അത് പരിഹരിക്കാമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് താൻ പോയതെന്ന് പറയുകയാണ്. ഒപ്പം തന്നെ കൂലിപ്പണി രാജൻ എന്ന ചാണ്ടി ഉമ്മൻ അടക്കമുള്ളവരുടെ ആ പരിഹാസം, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ UDFൻ്റെ സൈബറിടങ്ങൾ വലിയ രീതിയിൽ ഒരു ട്രോൾ അതൊക്കെ ആക്കുന്നുണ്ടായിരുന്നു. അതിനൊക്കെ തന്നെ കൃത്യമായി മറുപടി പറയുകയാണ് മന്ത്രി കെ രാജൻ. അനിൽ, മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസം നടക്കുന്ന ടൗൺഷിപ്പിലെ കെട്ടിടത്തിന് വിള്ളലുണ്ട് എന്ന വാർത്തകളെ തുടർന്നാണ് മന്ത്രി കെ രാജൻ നേരിട്ട് അവിടെ പരിശോധിക്കാൻ പോയത്. അത് വാട്ടർ പോണ്ടിംഗ് ടെസ്റ്റ് നടത്തിയതുമായി ബന്ധപ്പെട്ട് പെൻസിൽ കൊണ്ട് വരച്ച ഒരു വരയാണ് അദ്ദേഹം അവിടെ ഉരച്ച് പരിശോധിച്ചത്. അതാണ് വലിയ തോതിൽ സമൂഹ മാധ്യമങ്ങളിലും മറ്റും രാഷ്ട്രീയ എതിരാളികൾ പരിഹാസത്തിനും ആക്ഷേപങ്ങൾക്കും ഉപയോഗിച്ചത്. അതിൽ ഉള്ള മറുപടിയായിട്ടാണ് ഇന്ന് കെ രാജൻ വാർത്താ സമ്മേളനം വിളിച്ചത്. അദ്ദേഹത്തിൻ്റെ പാർട്ടി ഓഫീസിൽ ായിരുന്നു വാർത്താ സമ്മേളനം. കൂലിപ്പണിക്കാരൻ രാജൻ എന്ന് വിളിച്ചത് താൻ ആത്മാഭിമാനത്തോടെ ഏറ്റെടുക്കുന്നു. കാരണം 5 കൊല്ലത്തെ ഭരണം കഴിയുമ്പോൾ താൻ മുതലാളിയായില്ലല്ലോ, മറിച്ച് കൂലിപ്പണിക്കാരൻ രാജൻ എന്ന പേരല്ലേ കേൾപ്പിച്ചുള്ളൂ എന്നാണ് കെ രാജൻ വികാരപരമായി പറഞ്ഞത്. മാത്രമല്ല, ഈ വീടുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള കേടുപാടുകളും ഇല്ലാതെ തന്നെ ഗുണഭോക്താക്കൾക്ക് അത് കൈമാറും. അത് സർക്കാരിൻ്റെ ഉറപ്പാണ്. വീട് കൈമാറുന്ന ഘട്ടത്തിൽ എല്ലാ തരത്തിലുള്ള പരിശോധനകളും ഉറപ്പുവരുത്തും. വീട് കൈമാറിക്കഴിഞ്ഞാലും 5 വർഷത്തേക്ക് അതുമായി ബന്ധപ്പെട്ട മെയിൻ്റനൻസ് ജോലികളടക്കം നൽകാൻ കരാറുണ്ട്. ആ കരാറാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുമായുള്ളത്. അതിൽ വീഴ്ച വരുത്തിയാൽ ഊരാളുങ്കൽ അല്ല ആരാണേലും സംരക്ഷിക്കില്ല എന്ന ഒരു നിലപാടും മന്ത്രി കെ രാജൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആക്ഷേപങ്ങൾക്ക് മറുപടി പറയാനാണ് വാർത്താ സമ്മേളനം വിളിച്ചത്. അതിൽ ഏറെ വികാരപരമായിട്ടുള്ള മറുപടിയായിരുന്നു കെ രാജൻ നടത്തിയത്. പറഞ്ഞതുപോലെ തന്നെ അതിവൈകാരികമായി തന്നെയാണ് രാജൻ ആ ചോദ്യങ്ങളോട്, അല്ലെങ്കിൽ ആരോപണങ്ങളോടൊക്കെ തന്നെ പ്രതികരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.